പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പാപം, സ്മരണ, അനുതാപം, പ്രത്യാശ എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തെയും സമൂഹത്തെയും ഞെട്ടിക്കുന്നതും എല്ലാറ്റിലും ഉപരി നമ്മുടെ സൃഷ്ടാവിനെ ദുഃഖിപ്പിക്കുന്നതുമായ അചിന്തിതമായ ഒരു പ്രവൃത്തിക്ക് ഒരു യുവാവ് മുതിർന്നതിനെ കുറിച്ചുള്ള ദാരുണമായ ഒരു സംഭവം ഈയിടെ എൻ്റെ ഓർമ്മയിൽ വന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ യൗവനകാലത്ത് സ്നേഹനിധിയും പരിശുദ്ധനുമായ ദൈവത്തെ നിരാശപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ഞാനും എത്രത്തോളം പോരാടിയ സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഓർത്തുപോയി. ഈ തകർന്ന ലോകത്തിൽ മറ്റുള്ളവരിൽ നിന്ന് മറഞ്ഞിരുന്നാൽ പോലും ഖേദത്തിലേക്കും ഇരുട്ടിലേക്കും മാത്രം നയിക്കുന്ന ആഗ്രഹങ്ങളാൽ നമ്മളിൽ പലരും പ്രലോഭിപ്പിക്കപ്പെടുന്നു. എന്നാൽ ദൈവം എല്ലാം കാണുന്നു. നമ്മുടെ പാപങ്ങൾ ചെറുതായാലും വലുതായാലും അവയ്ക്ക് ഈ ജീവിതത്തിൽ മാത്രമല്ല, നിത്യതയിലും പ്രത്യാഘാതങ്ങളുണ്ട്. ദൈവം തൻ്റെ സ്നേഹത്തിലും കരുണയിലും നമുക്ക് അതിജീവിക്കുവാൻ മാത്രമല്ല, അഭിവൃദ്ധി പ്രാപിക്കാനും ആവശ്യമായതെല്ലാം ഉള്ള മനോഹരമായ ഒരു ലോകം നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് ഓർക്കാം. റോമർ 12:2 പറയുന്നത് പോലെ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ദൈവത്തിന്റെ നിത്യരാജ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന മറ്റൊരു നിലവാരത്തിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിക്കുന്നതെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകം ആകർഷകമായി തോന്നുകയും പാപം ചെയ്യാൻ നമ്മെ പ്രലോഭിപ്പിക്കുകയും ചെയ്തേക്കാം. പക്ഷേ അതിൻ്റെ വില ഒരിക്കലും ലാഭകരമല്ല. കാരണം നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും വെളിച്ചത്ത് വരും. സത്യത്തിൽ ഒരു ചെറിയ പാപമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും, ഒരു നുണ, പക അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു. തകർന്ന കുടുംബങ്ങളിലും സമൂഹത്തിലെ അക്രമങ്ങളിലും യുദ്ധം ചെയ്യുന്ന രാഷ്ട്രങ്ങളിലും നാം പാപത്തിന്റെ ഫലങ്ങൾ ഓരോ ദിവസവും കാണുന്നു. നമ്മുടെ പാപങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു. കാരണം അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും തൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്. നാം ഓരോരുത്തരും അവിടുത്തേക്ക് അമൂല്യരും പ്രിയപ്പെട്ടവരുമാണ്. മത്തായിയുടെ സുവിശേഷം 5:22 യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. തൻ്റെ സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും. പാപം നമ്മുടെ ഹൃദയത്തിലാണ് ആരംഭിക്കുന്നതെന്നും കോപം പോലും നമ്മുടെ ആത്മാവിനെ ദോഷകരമായി ബാധിക്കുമെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. എങ്കിലും നമ്മുടെ ദൈവം കരുണയും കൃപയും നിറഞ്ഞവനാണ്. അവിടുത്തെ സ്നേഹം നമ്മുടെ പാപങ്ങളെക്കാൾ വലുതാണ്. തങ്കിലേക്ക് മടങ്ങി വരുന്നവർക്ക് അവിടുന്ന് പാപമോചനം വാഗ്ദാനം ചെയ്യുന്നു. 1 യോഹന്നാൻ 1:9 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു. അവിടുന്ന് നമ്മുടെ ബലഹീനതകൾ അറിയുന്നു. നമ്മെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുവാൻ അവിടുന്ന് തയ്യാറാണ്. അതുകൊണ്ട് നമുക്ക് തിന്മയെ തള്ളിക്കളയാം, പരസ്പരം സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കാം. നമ്മുടെ സൃഷ്ടാവിന്റെ പരിശുദ്ധി പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതത്തിനായി സമർപ്പിക്കാം. നാം അവിടുത്തോടൊപ്പം നടക്കുമ്പോൾ എല്ലാ കണ്ണുനീരും തുടച്ചു മാറ്റപ്പെടുകയും എല്ലാ മുറിവുകളും സുഖപ്പെടുകയും ചെയ്യുന്ന നിത്യതയുടെ വാഗ്ദാനം ദൈവം നമുക്ക് നൽകുന്നു. യോഹന്നാൻ 14:2 യേശു പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഈ ലോകം നൽകുന്ന ഏതൊരു താൽക്കാലിക സുഖത്തെക്കാളും മനോഹരമാണ് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം. നമ്മുടെ നിത്യത ബലി കഴിക്കാൻ തക്കവണ്ണമുള്ള ഒരു പാപവുമില്ലെന്നും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ തക്ക മൂല്യമുള്ള ഒരു പ്രലോഭനവുമില്ലെന്നും നമുക്ക് ഓർക്കാം. അവിടുത്തെ സഹായത്താൽ ഈ ഭൂമിയിൽ അവിടുത്തെ ബഹുമാനിക്കുന്നതും എന്നേക്കും അവിടുത്തോടൊപ്പം സന്തോഷിക്കാൻ നമ്മെ ഒരുക്കുന്നതുമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. ദൈവം നമ്മെ ഓരോരുത്തരെയും ആഴമായി സ്നേഹിക്കുന്നു. നാം അവിടുത്തെ സത്യത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ അവിടുത്തോട് ചേർന്ന് നിൽക്കാനും ശക്തരായിരിക്കാനും നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കാം.
ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്മരണയുടെയും അനുതാപത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധനും കരുണാനിധിയുമായ ദൈവമേ, ഞങ്ങൾ എത്രത്തോളം ബലഹീനരാണെന്നും ഞങ്ങളുടെ ആത്മാക്കളെ മുറിപ്പെടുത്തുകയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ എത്ര എളുപ്പത്തിൽ ആകർഷിക്കപ്പെടുന്നുവെന്നും ഓർത്തുകൊണ്ട് വിനീതമായ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. അങ്ങയുടെ സാദൃശ്യത്തിൽ ഞങ്ങളെ രൂപപ്പെടുത്തിയ സൃഷ്ടാവാണ് അങ്ങ്. എന്നിട്ടും ആ സാദൃശ്യം വിശ്വസ്തയോടെ പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങൾക്ക് എപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, മറഞ്ഞിരിക്കുന്നത് അങ്ങ് കാണുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ അങ്ങ് അറിയുന്നു. റോമർ 12:2 അങ്ങയുടെ വചനം പറയുന്നത് പോലെ ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ വിളിക്കുന്നു. ദൈവമേ, ഇപ്പോൾ ഞങ്ങളെ പുതുക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നിർമ്മലമാക്കണമേ. സന്തോഷം വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ദുഃഖം നൽകുകയും ചെയ്യുന്ന പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പിതാവേ, ചെറിയ പാപങ്ങൾ പോലും, കോപം, അഹങ്കാരം, കയ്പ്, മറഞ്ഞിരിക്കുന്ന ചിന്തകൾ എങ്ങനെ ആഴമേറിയ മുറിവുകളായി വളരുമെന്ന് ഞങ്ങൾ ഓർക്കുന്നു. കോപം തന്നെ ആത്മാവിനെ അപകടത്തിലാക്കുമെന്ന് അങ്ങയുടെ പുത്രൻ മത്തായിയുടെ സുവിശേഷം 5:22 ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഓരോ ജാഗ്രതയില്ലാത്ത വാക്കിനും നിശബ്ദമായ വിദ്വേഷത്തിനും അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റിയ ഓരോ തെരഞ്ഞെടുപ്പിനും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് ഇരുട്ടിൽ കഴിയുന്നവരെ ഞങ്ങൾ പ്രത്യേകം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അമിതമായ ഭാരം അനുഭവിക്കുന്നവർ, ലജ്ജിക്കുന്നവർ, പ്രത്യാശയില്ലാത്തവർ, അല്ലെങ്കിൽ നാശത്തിന്റെ പാതകളിലേക്ക് പ്രലോഭിക്കപ്പെടുന്നവർ, കർത്താവെ, ദോഷകരമായ ഓരോ ചിന്തയെയും തടയണമേ. നിരാശയുടെ ഓരോ ചങ്ങലയെയും തകർക്കണമേ. അങ്ങയുടെ വെളിച്ചം അഗാധമായ ഇരുട്ടിലേക്ക് തുളച്ചു കയറട്ടെ. ഞങ്ങൾ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുവാൻ അങ്ങ് വിശ്വസ്തനും നീതിമാനുമാണെന്ന് 1 യോഹന്നാൻ 1:9 അങ്ങയുടെ വചനം വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോൾ ഏറ്റുപറയുന്നു. ഞങ്ങളെ കഴുകി വെടിപ്പാക്കണമേ. ഞങ്ങളുടെ സന്തോഷം വീണ്ടെടുക്കണമേ. തകർന്നു പോയവയെ വീണ്ടും പണിയണമേ. പിതാവേ, ഞങ്ങളുടെ കഥ കുറ്റബോധത്തിൽ അവസാനിക്കുന്നില്ല എന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അത് കൃപയിൽ അവസാനിക്കുന്നു. അത് പ്രത്യാശയിൽ അവസാനിക്കുന്നു. പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടെന്നും അങ്ങ് ഞങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നുവെന്നും യോഹന്നാൻ 14:2 കർത്താവ് പറഞ്ഞ വാഗ്ദാനത്തിൽ അത് അവസാനിക്കുന്നു. താൽക്കാലികമായ പോരാട്ടങ്ങൾക്കപ്പുറം നിത്യമായ മഹത്വത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തണമേ. അങ്ങയുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രലോഭനവുമില്ലെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഞങ്ങളുടെ ബലഹീനതയുടെ ഒരു നിമിഷവും അങ്ങയുടെ കരുണയേക്കാൾ വലുതല്ല. ക്രിസ്തുവിന്റെ വെളിച്ചത്തേക്കാൾ ശക്തമായ ഒരു ഇരുട്ടുമില്ല. പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിരാശയുള്ളിടത്ത് ജീവന്റെ വാക്കുകൾ സംസാരിക്കുവാനും, ആശയക്കുഴപ്പമുള്ളിടത്ത് സത്യം സംസാരിക്കുവാനും, ഭിന്നതയുള്ളിടത്ത് സ്നേഹം പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പാപത്താൽ മുറിപ്പെട്ട ഈ ലോകത്തിൽ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണങ്ങളായി ഞങ്ങളെ മാറ്റണമേ. ദൈവമായ കർത്താവെ, സ്മരണയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധിയുടെ സ്മരണ, അങ്ങയുടെ കരുണയുടെ സ്മരണ, നിത്യതയുടെ സ്മരണ, കൂടാതെ ഞങ്ങൾ ആഴമായി സ്നേഹിക്കപ്പെടുന്നു എന്ന സ്മരണ ഞങ്ങൾ വെളിച്ചത്തിൽ നടക്കുമാറാകണമേ. ഞങ്ങൾ തിന്മയെ തള്ളിക്കളയുമാറാകണമേ. അങ്ങയെ ബഹുമാനിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ്റെയും രക്ഷകന്റെയും സൗന്ദര്യം പ്രതിഫലിപ്പിക്കട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിശബ്ദമായി പോരാടുന്നവരെയും അങ്ങയുടെ വിശ്വസ്തമായ കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശക്തവും കരുണയുള്ളതുമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.